യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വല്ലാത്ത വിശപ്പുണ്ടാവും. ഇന്നാ ഈ പഴങ്ങളൊക്കെ കഴിച്ചോളൂ. ഏത് പടത്തിന്റെ ഷൂട്ടിംഗാ നടക്കുന്നത്? ഷൂട്ടിംഗ് അല്ല, യഥാർത്ഥ കൊള്ളക്കാരനാ. രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്താ ഇത്? ഇത് എന്റെ സ്ഥലമാണ്. പോലീസിന് എന്താ ഇവിടെ കാര്യം? അല്ലല്ല, ഞാൻ പോലീസുകാരനല്ല. ഞാൻ വെറുതെ സ്ഥലം കാണാൻ വേണ്ടി വന്നതാ. നോക്കാം, വെറുതെ കള്ളം പറയണ്ട. താൻ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നയാളല്ലേ? ആ കമ്മീഷണർ എന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റിയത്. നോക്ക്, ഇനിയാണ് നിന്റെ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നത്. ഈ സ്ഥലം നിനക്ക് ഒരു നരകമായിരിക്കും. എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഈ നരകത്തിൽ കിടന്ന് ശമ്പളം വായിച്ചോളാം. അതൊക്കെ പോട്ടെ. ഗ്രാമവാസികളെ, എനിക്ക് തരാനുള്ള പണം എവിടെ? ഈ വർഷം മഴയൊന്നും പെയ്തില്ല. ഒരു തുള്ളി വെള്ളമില്ലാതെ ഞങ്ങൾ എങ്ങനെയാ കൃഷി ഇറക്കുക? അത് ശരി, ശംഭു. പോരെ, ഒരു 10-20 തുള്ളിയെങ്കിലും ഉണ്ടാവും. ഞാൻ വീണ്ടും ഉടനെ ഇങ്ങോട്ട് വരും. പണം എടുത്ത് വച്ചേക്കണം. വാ, പോകാം. ശംഭു, ഇവന്റെ ഈ ഡ്രസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം പറയാം, ഇനി നിന്നെ എന്റെ കൺമുന്നിൽ കണ്ട ഇട്ടിരിക്കുന്ന ബനിയന് ഞാൻ ഊരിക്കൊണ്ടുപോകും. പോട്ടെ. അല്ല പോലീസ് ഏമാനെ, അങ്ങ് എന്തുകൊണ്ടാ ഒന്നും ചെയ്യാതിരുന്നത്? ഒന്നും ചെയ്തില്ലെന്നോ? ഞാനിത് സ്ഥലം പിടിക്കുകയാണ്. എന്റെ അമ്മോ, ഈ ശബ്ദം എന്റെ ജീവൻ എടുക്കും. എടാ ഹണി, കള്ളൻ. ഞാൻ കള്ളനൊന്നും അല്ല, വെറും 4 അലുവ കഷ്ണ ഞാൻ കഴിച്ചത്. കഴുതേ, ജനലിന്റെ അടുത്ത് കള്ളൻ. പിടി. എന്നെ വിട്ടേക്കൂ, എന്നെ ചെയ്യല്ലേ. കള്ളൻ ഇൻസ്പെക്ടർ പാണ്ഡെയുടെ ഫേസ് മാറ്റി വന്നിരിക്കുകയാണ്. അടിക്കേ. എടാ, ഞാൻ പാണ്ഡെ തന്നെയാണ്. ഇൻസ്പെക്ടർ ആയിരുന്നു നിങ്ങൾ മോഷ്ടിക്കാൻ വന്നിരിക്കുകയാണോ സാർ? ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല, ഞാൻ ഒളിക്കാൻ വന്നതാ. എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയി ഒളിച്ചാ പോരെ? അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ സിറ്റിക്കകത്തുള്ള കാര്യം കമ്മീഷണർ ഉടൻ തന്നെ അറിയും. പക്ഷേ അങ്ങ് സിറ്റിക്കകത്ത് തന്നെയുള്ള ആളല്ലേ? സംശയമുണ്ടോ? ഉണ്ടായിരുന്നു. ഇന്ന് എന്നെ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി. എല്ലാവർക്കും ട്രാൻസ്ഫർ കിട്ടുന്നതല്ലേ, അവിടെ പോയി ജീവിക്കൂ. അവിടെ കൊള്ളക്കാരുണ്ട്. കണ്ടില്ലേ, എന്റെ യൂണിഫോമും അവർ കൊണ്ടുപോയി. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു, ഇനി എന്നെ അവിടെ കണ്ടാൽ എന്റെ ബനിയൻ വരെ ഊരി എടുക്കുമെന്ന്. അവനെ പേടിച്ചു വന്നതാണോ? വേറെന്ത് ചെയ്യാനാ? 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അവർ ഗ്രാമത്തിൽ കൊള്ളയടിക്കാൻ വരും. നിങ്ങൾക്ക് നാണമില്ലല്ലോ. അങ്ങ് അവിടെ നിന്ന് ആ ഗ്രാമവാസികളെയൊക്കെ രക്ഷിക്കേണ്ടതാണ്. ആ കൊള്ളക്കാരെ പിടിക്കണം. സംശയമുണ്ടോ? ഞാൻ തനിച്ചോ? അവിടെയാണെങ്കിൽ പോലീസുകാർ പോലും ഇല്ല. അങ്ങ് തനിച്ചല്ല, ഞങ്ങളും അങ്ങയോടൊപ്പം ഉണ്ട്. കൂടാതെ കൊള്ളക്കാരെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം, അല്ലേ കൂട്ടുകാരെ? അതെ. കൊള്ളക്കാർ അവിടേക്ക് വരും, എന്നാൽ അവിടെ നിന്ന് തിരിച്ചു പോവുകയില്ല. പിന്നെ എങ്ങോട്ടാ അവര് പോവാ? ജയിലിലേക്ക്. സംശയമുണ്ടോ? വേഗം വാ ഗ്രാമത്തിലേക്ക്.
നിങ്ങൾ പേടിച്ചാൽ നിങ്ങളെ എന്നും കൊള്ളക്കാർ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. കൊള്ളക്കാരെ പിടിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് തന്നാൽ മതി. സംശയമുണ്ടോ? പറയൂ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവൂ. അതെ ഭായ്, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം എടുത്തു വെച്ച് തയ്യാറായിരുന്നോളൂ. കൊള്ളക്കാരൻ വരുന്നേ, കൊള്ളക്കാരൻ വരുന്നേ. എല്ലാവരും പൊസിഷനിൽ നിൽക്ക്. പകുതി പേർ അങ്ങോട്ട് പോകൂ, പകുതി പേർ അങ്ങോട്ട് പോകൂ. എവിടെ ഗ്രാമവാസികളൊക്കെ എവിടെ? എനിക്ക് തരാനുള്ള കാശ് എവിടെ? യാത്ര കഴിഞ്ഞു വന്നതല്ലേ, വല്ലാത്ത വിശപ്പുണ്ടാവും. ഇന്നാ ഈ പഴങ്ങളൊക്കെ കഴിച്ചോളൂ. ഇതോടെ നിങ്ങളുടെ കളികളെല്ലാം അവസാനിച്ചു. ഇനി നിങ്ങളുടെ കളി ജയിലിനകത്താണ്. എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്? എന്നെ ജയിലിലാക്കുമെന്നോ? ശംഭു, എല്ലാരെയും പിടിച്ചു കേട്ട്. വേഗം തന്നെ. ഞാൻ ശരിക്കും കുടുങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി നിനക്ക് രക്ഷയില്ലടാ. ഇനി നീ എങ്ങോട്ട് പോകും? ഐഡിയ. എല്ലാവരുടെയും സുഹൃത്താ, വേഗം വാ. പൊയ്ക്കോ, ഓടിക്കോ, രക്ഷപ്പെട്ടോ. എന്താ ഭായ്, അങ്ങനെ പോകാൻ പറ്റുമോ നിങ്ങൾക്ക്? ശിക്ഷയൊക്കെ വാങ്ങണ്ടേ? എന്നെ വിട്ടേക്ക്, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എനിക്ക് രക്ഷ. അയ്യോ. പോലീസുകാരെ ബഹുമാനിക്കാൻ അറിയില്ലേ? അയ്യോ, എനിക്കൊന്നും ചെയ്യരുത്. വേണ്ട, വേണ്ട, വേണ്ട. ഇവൻ ഞങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഇവനെ ഞങ്ങൾക്ക് തന്നേക്കോ. ഇവന്റെ കളി ഞങ്ങൾ ഇതോടെ അവസാനിപ്പിക്കാം. വേണ്ട, നിയമം നിങ്ങൾ കയ്യിലെടുക്കരുത്. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, ഇയാള് കാശിന് വേണ്ടിയല്ലേ വന്ന്. എങ്കിൽ പിന്നെ കാശങ്ങ് കൊടുത്തേക്കൂ. അത് ഞാൻ കൊടുക്കാം. എല്ലാവരെയും പിടിച്ച് വണ്ടി കയറ്റ്. കലക്കെ ഇൻസ്പെക്ടർ പാണ്ഡ, കലക്കെ. 4 ദിവസം കൊണ്ട് കൊള്ള സംഘത്തെ മുഴുവൻ നിങ്ങൾ പരാജയപ്പെടുത്തി. ഞാൻ നിങ്ങളൊരു കഴുതയാണെന്നാണ് കരുതിയത്. അല്ല സാർ, കഴുത ഞാനാണ്. ഇത് ഇൻസ്പെക്ടർ പാണ്ഡയാണ്. കൂടാതെ ഒരു ധീരനുമാണ്. കണ്ടില്ലേ, എല്ലാ കൊള്ളക്കാരെയും ഇദ്ദേഹം കീഴടക്കി. അതെ സാറേ, ഇദ്ദേഹം കാരണമാണ് ഞങ്ങളുടെ ഗ്രാമം തന്നെ രക്ഷപ്പെട്ടത്. ശരിയാണ് പാണ്ഡ, നിങ്ങൾ ജോലി ചെയ്യേണ്ടത് ഇവിടെയല്ല, നഗരത്തിലാണ്. അവിടുത്തെ വലിയ വലിയ ഗുണ്ടകളെ നിങ്ങൾ പിടിക്കണം. താങ്ക് യു സർ. ആ പണി ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ സാർ. നമ്മുടെ പാണ്ഡ സാറ് കൊള്ളക്കാരെ പിടിക്കുന്നതിൽ എക്സ്പേർട്ട് ആണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹം ധീരനായതുകൊണ്ട് ഇദ്ദേഹത്തിന് എല്ലാ കൊള്ളക്കാരെയും പിടിക്കാൻ പറ്റും. അണി മിണ്ടാതിരി. എന്താ
ഇൻസ്പെക്ടർ പാണ്ഡയുടെ കഴിവ് എനിക്ക് മാത്രമേ അറിയൂ. കമ്മീഷണർ സാറേ, കൊള്ളക്കാരുള്ള നാട്ടിലേക്ക് ഇദ്ദേഹത്തെ അയക്കൂ. ആ, സാർ, ഞാൻ കൊള്ളക്കാരെ പിടിച്ചല്ലോ. ഞാൻ സിറ്റിയിൽ തന്നെ പണിയെടുക്കാം. നോ ഇൻസ്പെക്ടർ പാണ്ഡ, അണി പറയുന്നതാണ് ശരി. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കൊള്ളക്കാരുള്ള സ്ഥലമുണ്ട്. നിങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് സ്ഥലം മാറ്റാൻ പോവുകയാണ്. ഉം. ഈഷ്, നീ എന്താടാ കാണിച്ചത് കഴുത്? ഞാൻ എന്താ ചെയ്തേ? നിങ്ങളെ ഒരു ഹീറോ ആക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഈഷ്. ആ.